അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സാലൻ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച്, വളരെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 5 പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 6ാമത്തെ പ്രത്യേകതയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, മൗലിക കർത്തവ്യങ്ങൾ. ബൈ 42nd Amendment Act 1976 Part 4A has been added to the Constitution which enumerates certain fundamental duties of the citizens. 1976 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അവിടെ ഓരോ പൗരൻ്റെയും ചില കർത്തവ്യങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. ഒറിജിനലി 10 duties were enlisted in Clause A to J of Article 51A. എ മുതൽ ജെ വരെയുള്ള 10 ക്ലോസുകളായിരുന്നു, 10 ഡ്യൂട്ടീസായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് 2002 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് പാരൻസിൻ്റെയും വാർഡ്സിൻ്റെയും ഒക്കെ ഡ്യൂട്ടീസ് പറയുന്ന, രക്ഷിതാക്കളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ പറയുന്ന 11ാമത്തെ ഒരു ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി, ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഫെഡറേഷൻ. ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അധികാര വികേന്ദ്രീകരണമാണ് അവിടെ ഉണ്ടാവുക. ഒരു യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാവും, അതിന് കീഴിൽ ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഫെഡറേഷൻ എന്ന് പറയുക. അപ്പോൾ ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ആർട്ടിക്കിൾ 1 ഡിസ്ക്രൈബ്സ് ദാറ്റ് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. മറിച്ച് ആർട്ടിക്കിൾ 1 ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യ എന്ന് പറയുന്നത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഒരുപാട് സ്റ്റേറ്റുകളുടെ യൂണിയനാണ് എന്ന് പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്, which implies 2 things. Firstly, Indian Federation is not the result of an agreement by the states. ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് അത് ഒരുപാട് സ്റ്റേറ്റുകളുടെ എഗ്രിമെൻ്റ് മൂലമുണ്ടായിത്തീർന്ന ഒരു ഫെഡറേഷൻ അല്ല എന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ്ലി, നോ സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു സെസീഡ് ഫ്രം ദ ഫെഡറേഷൻ. ഈ ഫെഡറേഷനിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഒഴിഞ്ഞു പോകാൻ ഒരു സ്റ്റേറ്റിനും അധികാരം ഇല്ല എന്നും കാണിക്കുന്നു. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു വാചകമാണ് ആർട്ടിക്കിൾ 1 കാണാൻ കഴിയുന്നത്. The Constitution of India establishes a federal system of government. It contains all the usual features of a federation with 2 governments, division of powers, written constitution, supremacy of the constitution, rigidity of constitution, independent judiciary and bicameralism. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനം, ഒരു ഫെഡറൽ ഗവൺമെൻറ്റിനെയാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഇത് മറ്റുള്ള എല്ലാ ഫെഡറേഷനെയും പോലെ തന്നെ മറ്റുള്ള ഫെഡറേഷനുകൾക്കുള്ള പല ഗുണങ്ങളും ഇതിനുണ്ട്. എന്തെന്ന് വെച്ചാൽ 2 ഗവൺമെൻറ്, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവേഴ്സ്, കേന്ദ്രത്തിന് അധികാരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റുകൾക്ക് അധികാരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 2 കൂട്ടരുടെയും ഡിവിഷൻ ഓഫ് പവറുകളെ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തിന് കുറച്ച്, അതുപോലെ തന്നെ സ്റ്റേറ്റിന് കുറച്ച്, ഈ രൂപത്തിൽ. പിന്നെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, അതിൻ്റെ കീഴിലാണ് ബാക്കിയെല്ലാം വരുന്നത്. അതുപോലെ തന്നെ റിജിഡിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഒരു കാർക്കശ്യം, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, അതുപോലെ തന്നെ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ആൻഡ് ബൈകാമറലിസം, 2 സഭകൾ, പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ് തുടങ്ങിയ 2 സഭകളും, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സുകളൊക്കെ ഉൾക്കൊള്ളുന്ന, മറ്റ് ഫെഡറേഷനെ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറേഷൻ തന്നെയാണ് ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകതയാണ് അഡൽട്ട് സഫ്രേജ് എന്ന് പറയുന്നത്, പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ എവരി പേഴ്സൺ, മെയിൽ ഓർ ഫീമെയിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇന്ത്യയിലെ എല്ലാ ആളുകളും ഹു ഹാസ് ഒബ്റ്റൈൻഡ് ദ ഏജ് ഓഫ് 18 years, 18 വയസ്സുള്ള എല്ലാ യുവാക്കളും ഈസ് എൻടൈറ്റിൽഡ് ടു വോട്ട് ഇൻ എലക്ഷൻസ് ടു പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭകളിലേക്കും ഒക്കെ വോട്ട് ചെയ്യാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. ഒറിജിനലി ദിസ് ഏജ് ലിമിറ്റ് വാസ് 21 years. 21 വയസ്സായിരുന്നു ആദ്യം വോട്ടവകാശത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്, 21 ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ദ 61st Amendment Act 1988 ഇറ്റ് വാസ് റെഡ്യൂസ്ഡ് ടു 18 years. അതേ സമയത്ത്
61-ാമത്തെ അമെൻമെൻറ്റ് 1988 61-ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഈ 21 വയസ്സ് എന്നുള്ളത് 18 വയസ്സ് എന്നതിലേക്ക് മാറ്റിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകതയാണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഈസ് എസെൻഷ്യൽ ഫോർ ഇംപാർഷ്യൽ അഡ്ജുഡിക്കേഷൻ ഓഫ് disputes between individuals, between union and state, between union state and individuals, between union and states or between state തുടങ്ങി ഈ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും, ഇപ്പോൾ വ്യക്തികളും ഗവൺമെൻറ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റും യൂണിയനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ യൂണിയനും വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള, അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകൾ തമ്മിലുള്ള, മറ്റുള്ള ഒരു യൂണിയൻ്റെ കീഴിലുള്ള സ്റ്റേറ്റുകൾ തമ്മിൽ പരസ്പരമുള്ള തർക്കങ്ങൾ, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ അതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇവിടെ ആവശ്യമാണ്. അവിടെ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ ഒന്നും സ്വാധീനം ചെലുത്താത്ത സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥ ആവശ്യമുണ്ട്. ദ സുപ്രീം കോർട്ട് സ്റ്റാൻഡ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ദ കൺട്രി. ലോകത്തെ മുഴുവൻ ഈ കോർട്ട് സംവിധാനത്തിൻ്റെ ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള, ഏറ്റവും വലിയ പവർ, ഏറ്റവും മേലെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ബിലോ ഇറ്റ്, ഈ സുപ്രീം കോർട്ടിന് താഴെ ദർ ആർ ഹൈ കോർട്ട്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് കോർട്ടുകളുണ്ട്. ദിസ് സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട്സ് എൻഫോഴ്സസ് ബോത്ത് ദ സെൻട്രൽ ലോസ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ്സ് ലോസ്. ഈ ഒരു സിസ്റ്റം, ഈ ഒരു നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, നടപ്പിൽ വരുത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്വതന്ത്രമായ ഈ നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. The Supreme Court of India is federal court, the highest court of appeal, the guarantor of the fundamental rights of the citizens and the guardian of the constitution. നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എവിടെ പരിഹരിക്കാത്ത, ഏത് കോടതികളും പരിഹരിക്കാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവസാനമായി ചെന്നെത്താനുള്ള ഒരു ഇടമാണ് നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഈ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അവരുടെ മൗലികമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന, അതിനെ സംരക്ഷിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയൊക്കെ സംരക്ഷിക്കുന്നത് സുപ്രീം കോർട്ടാണ്. മറ്റൊരു പ്രത്യേകതയാണ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ എ സെക്യുലർ സ്റ്റേറ്റ്. ഒരു മതേതര രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഭരണഘടന നിലകൊള്ളുന്നത്. ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് അപ്ഹോൾഡ് എനി പെർട്ടിക്കുലർ റിലീജിയൻ ആസ് ദ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക മതമായിട്ട് ഒരു മതത്തെയും ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടില്ല. മറിച്ച് ഇന്ത്യ സെക്യുലറാണ്. ഏതെങ്കിലും ഒരു മതത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുക ഒന്നും ചെയ്തിട്ടില്ല. The term secular was added to the preamble of the Indian Constitution by the 42nd Amendment Act 1966. 1976 42ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ പ്രിയാമ്പിൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയാമ്പിൾ എന്ന ആമുഖത്തിൽ ആദ്യം സെക്യുലർ എന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. 1976 42nd അമെൻമെൻറ്റിലാണ് സെക്യുലർ എന്ന വാക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 25 to 28 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ് കോൺക്രീറ്റ് ഷേപ്പ് ടു ദിസ് കൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം. സെക്യുലറിസത്തെക്കുറിച്ച് അതിനെ പരിപൂർണമായ ഒരു രൂപം നൽകുന്ന എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ. അടുത്ത പ്രത്യേകതയാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദ ഫെഡറേഷൻ പീപ്പിൾ ഹാവ് ഡബിൾ സിറ്റിസൺഷിപ്പ്. ഒരുപാട് ഫെഡറേഷനുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് രണ്ട് പൗരത്വങ്ങൾ ഉണ്ടാവും. സിറ്റിസൺഷിപ്പ് ഓഫ് ദ യൂണിയൻ ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫ് വൺ ഓഫ് ദ സെവറൽ സ്റ്റേറ്റ്സ് വിച്ച് ഫോം ദ യൂണിയൻ. ഒന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ യൂണിയൻ്റെ കീഴിലുള്ള ഏത് സ്റ്റേറ്റിലാണോ ഇവർ ജീവിക്കുന്നതെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ടാവും. ഇങ്ങനെ രണ്ട് പൗരത്വങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല, ആകെ ഒരു പൗരത്വം മാത്രമേ ഉള്ളൂ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. എവറി സിറ്റിസൺ ഈസ് ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ. എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. ആൻഡ് എൻജോയ് ദ സെയിം റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് നോ മാറ്റർ ഇൻ വിച്ച് സ്റ്റേറ്റ് ഹി റിസൈഡ്സ്. ഏത് സ്റ്റേറ്റിൽ താമസിക്കുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല, അതെല്ലാവരും ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ അവർക്ക് സ്ഥാനമുണ്ട്. ഇങ്ങനെ ഒരു പൗരത്വം മാത്രമേ അവർക്കുള്ളൂ. അവസാന പ്രത്യേകതയാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. പവർ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമല്ല, പവർ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് അത് വികേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇംപ്ലൈസ് ദാറ്റ് പവേഴ്സ് ഓഫ് ദ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ 3
മൂന്ന് ഘടകങ്ങളിലേക്കായിക്കൊണ്ട് നമ്മുടെ അധികാരത്തെ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ലെജിസ്ലേറ്റീവാണ്, മറ്റൊന്ന് എക്സിക്യൂട്ടീവാണ്, ആൻഡ് ജുഡീഷ്യറാണ്. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിയമ നിർമ്മാണ സഭകളാണ്, പാർലമെൻറ്റുകളാണ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയാണ്, നിയമം നടപ്പാക്കേണ്ട ആളുകളാണ് അവർ. ലെജിസ്ലേറ്റീവ് നിയമം നിർമ്മിക്കുന്നു, എക്സിക്യൂട്ടീവ് നിയമം നടപ്പാക്കുന്നു. അവിടെ വരുന്ന അനീതികളൊക്കെ തീരുമാനിച്ച് യുക്തമായ രീതിയിൽ നടപടി കൈക്കൊള്ളുന്ന നീതിപൂർവമായ നിലക്ക് എല്ലാ കാര്യവും കൊണ്ടു നടക്കുന്ന ആളുകളാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട്. ഇങ്ങനെ ഈ 3 ഓർഗൻസ്, ഗവൺമെൻറ്റിൻ്റെ ഈ 3 അവയവങ്ങളിലേക്ക് നമ്മുടെ ഈ അധികാരത്തെ ധ്രുവീകരണം നടത്തിയിട്ടുണ്ട്. ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്.